Hi guys, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഷോട്ടിന്റെ രണ്ട് ടൂൾസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അത് ഒന്നാമത്തെ ടൂളാണ് ഫോട്ടോയും രണ്ടാമത്തെ ടൂളാണ് കോളേജും. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുമ്പോൾ എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ആ മണി ഒന്ന് ഇടിച്ച് പൊട്ടിച്ചേക്കുക. അപ്പോൾ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ രാഹുൽ രാജാർ. വെൽക്കം ബാക്ക് ടു ദ അനദർ വീഡിയോ. So guys, നമ്മളുടെ ഫോട്ടോ ടൂൾ ഓപ്പൺ ചെയ്യുവാണ്. ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തൊരു ഫോട്ടോ. ഇതിനകത്ത് നമുക്ക് ഏതൊക്കെ ടൂൾ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാൻ നോക്കാം. നമ്മുടെ ക്യാൻവാസ്, ഫിൽറ്റർ, അഡ്ജസ്റ്റ്, എഫക്റ്റ്, ബാക്ക്ഗ്രൗണ്ട്, ടെംപ്ലേറ്റ്, സ്റ്റിക്കർ, ടെക്സ്റ്റ്, കട്ടൗട്ട്, ക്രോപ്പ്, ഫ്രെയിം, റൊട്ടേറ്റ്, ഇങ്ങനെ കുറച്ച് ടൂൾസ് മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളത്. നമുക്കിവിടെ വേണമെങ്കിൽ ഞാനിവിടെ അഡ്ജസ്റ്റ് കൊടുക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കാൻ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ നേരത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ, അപ്പോൾ കളർ, ബ്രൈറ്റ്നസ്, അതിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ. ഇവിടെ നമുക്ക് ലൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിനകത്ത് ബ്രൈറ്റ്നസ് ആണ് ഉദ്ദേശിക്കുന്നത്. അവർ ലൈറ്റ്നസ് നമുക്ക് കൂട്ടി കൊടുത്താൽ നമ്മുടെ ഫോട്ടോയുടെ ഔട്ട്പുട്ടിൽ നല്ലൊരു ബ്രൈറ്റ്നസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ബ്രൈറ്റ്നസ് കുറയ്ക്കാം. നമുക്ക് ആവശ്യമുള്ള ബ്രൈറ്റ്നസ് മാത്രം നമ്മുടെ ഫോട്ടോയ്ക്ക് കൊടുത്താൽ മതി, ഒരുപാട് ബ്രൈറ്റ്നസ് ആവശ്യമില്ല. അതിനുശേഷം നമുക്കിവിടെ നോക്കുവാണെങ്കിൽ ലൈറ്റ്, ഹൈലൈറ്റ്, അതുപോലെ ഷാഡോ, ഇതൊക്കെ തന്നെയാണ് നോർമലി എല്ലാ ടൂൾസിലും നമ്മൾ ഫോട്ടോ എഡിറ്റിങ്ങിൽ ടൂൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ പിന്നെ ഫിൽറ്റർ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്ററൊക്കെ എടുത്ത് കൊടുക്കാൻ പറ്റും. ഫിൽറ്ററൊക്കെ നല്ലൊരു ഫിൽറ്റർ ഏതാണോ വരുന്നത് വെച്ചാൽ എടുത്ത് ഇങ്ങനെ കൊടുക്കാം. അതിനും ബെറ്റർ നമുക്ക് എഡിറ്റ് ചെയ്ത് നമ്മുടെ കളർ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ HSL എന്ന് പറഞ്ഞൊരു മോഡ് നമുക്കിവിടെ അൺലോക്ക്ഡ് അല്ല. HSL നമുക്ക് അൺലോക്ക്ഡ് ചെയ്യണമെങ്കിൽ ഇൻഷോട്ട് പ്രോ അൺലോക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് HSL ടൂളിവിടെ അൺലോക്ക് ആയി കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഫോട്ടോയ്ക്കകത്ത് പോലും ഒരു ഗ്ലിച്ച് എഫക്ട്സ് നമുക്ക് കൊണ്ടുവന്നിടാൻ പറ്റും. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. അതിന് നമ്മൾ ഇൻഷോട്ട് പ്രോ എന്ന് പറഞ്ഞ വേർഷൻ അൺലോക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ട് നമുക്കിങ്ങനെ ആഡ് ചെയ്തൊരു ഫ്രെയിമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോട്ടോയെ ക്രോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഫോട്ടോയെ കട്ടൗട്ട് ചെയ്യണം. നമുക്ക് ഈ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് വേണ്ട, ഇപ്പം ഞാൻ മാത്രം മതി എന്നുള്ളതുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കട്ടൗട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. കട്ടൗട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ നിങ്ങളെ മാത്രം വേർതിരിച്ച് തരും. അതിന് നമ്മൾ ടിക്ക് കൊടുക്കുമെങ്കിൽ അതിനെ മാത്രം ഇങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റും. പിന്നെയും കട്ടൗട്ട് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഈ ഓപ്ഷനെ പ്രസ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് കട്ടൗട്ടിൻ്റെ മണ്ടക്കൂടെ ഒരു ലൈനിങ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഏതൊരു ലൈനിങ് ഇങ്ങനെ കൊടുക്കാം. അതിൽ നിയോൺ പോലെയൊക്കെ ഉള്ള കളേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെംപ്ലേറ്റിന് ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ടെംപ്ലേറ്റ് റെഡിയാക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ വേണം, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. അങ്ങനത്തെ രീതിയിലൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ക്രോപ്പ്, ഫ്രെയിം, ഇതൊക്കെ നോർമലി എല്ലാ എഡിറ്റിംഗ് ടൂളിനകത്തും ഉള്ളതാണ്. പക്ഷേ അതിനകത്ത് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയത് കട്ടൗട്ടാണ്. കാരണം ഫോട്ടോ നല്ല വൃത്തിക്ക് അത് കട്ടൗട്ട് ചെയ്തിരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ടൂൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇൻഷോട്ടിനകത്തെ കോളേജ് ആണ്. കോളേജ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കുറച്ചധികം ഫോട്ടോസ് താഴെ കാണാം. ഞാനിവിടെ 5 ഫോട്ടോസ് സെലക്ട് ചെയ്യുവാണ്. ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് ടാപ്പ് ചെയ്ത് പോയാൽ മതി. 5 ഫോട്ടോസ്, ഇവിടെ 6 ഫോട്ടോസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ലേഔട്ട് സെറ്റ് ചെയ്യാം. ഇങ്ങനെ ലേഔട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇഷ്ടമുള്ള ലേഔട്ട് നമുക്ക് സെറ്റ് ചെയ്ത് ഫോട്ടോയുടെ സൈസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാം. ഒരു ബോർഡറിങ് വേണം നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇങ്ങനെ വേണം ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടാനുസരത്തിൽ നമുക്ക് ഏതൊക്കെ സ്റ്റൈലിൽ വേണമെങ്കിലും ബോർഡറിങ് മാറ്റുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിനും നമുക്ക് എഫക്ട്സ്, ഫിൽറ്റർ, ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ട്. നല്ല സ്റ്റിക്കർ ആഡ് ചെയ്യാൻ, ടെക്സ്റ്റ്, അതുപോലെ ഫ്രെയിം, റൊട്ടേഷൻ, ഇങ്ങനത്തെ കുറച്ച് ടൂൾസും ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഫോട്ടോസിൽ നല്ല രീതിയിൽ ഇങ്ങനത്തെ ഒരു ബോർഡറിങ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ കോളേജ് ഒക്കെ ചെയ്തിട്ട് ഇത് നിങ്ങളിപ്പം ഫോട്ടോഷോപ്പിലോ അല്ലെങ്കിൽ കടയിലൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഷോപ്പിലൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഇതിനെ പ്രിൻറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഐറ്റം പോലെയൊക്കെ റെഡി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇവിടെ നടുക്ക് ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ അതേ രീതിയിൽ നമുക്ക് പ്രിൻ്റ് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണിത്. അപ്പോൾ ഇത് നല്ലൊരു ടൂളാണ് ഫോട്ടോ കോളേജ്. അതുപോലെ തന്നെ ഫോട്ടോ എഡിറ്റിനകത്തെ കട്ടൗട്ടും നല്ല അടിപൊളി ഒരു ടൂളാണ് ഇവർ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോ ഗൈസ്, വീഡിയോ ഇത്രയുള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.